നീ റസൂലിനെ രക്ഷിക്കാൻ വേണ്ടി ഈ റസൂലിൻ്റെ കളി തന്നെയാണ് ഉപദേശിക്കുന്ന കംപ്ലീറ്റ് അവനാണെന്നറിയാം. അവനൊരിക്കലും പുറത്തു വരത്തില്ല. അവൻ സജിനെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കും. നീ എന്തിനാണ് സേന വീണ്ടും വീണ്ടും ഇങ്ങനെ മെഴുകുന്നത്? അത് കണക്ക് നിൻ്റെ കൂട്ടുകാരികളെ കുറിച്ച് ആ ദിയാസന പുറത്തു വരത്തില്ലെന്നാണോ? അവളൊന്നും ജീവിതത്തിൽ ചെയ്യാത്ത കാര്യങ്ങൾ നീ പറയുമ്പോൾ അവളിത് പുറത്തു വന്ന് പറയത്തില്ലെന്ന് നിനക്ക് തോന്നുന്നു? നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. നീ തെറ്റുകൾ ചെയ്തിട്ടാണ് നീ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത്. ആ തെറ്റുകൾ ചെയ്യാത്ത ഓരോ ആൾക്കാരെ നീ വലിച്ചിടുമ്പോഴത്തേക്ക് എപ്പോഴും തെറ്റിനെ മറയ്ക്കാൻ വലിയ പാടാണ്. തെറ്റ് ചെയ്യാത്തവർ അവർ രക്ഷപ്പെടും. അതൊരു ദൈവനീതിയാണ്. നീ വീണ്ടും വീണ്ടും ഇങ്ങനെ മെഴുകാതെ ഞാൻ നിൻ്റെ ഇതിലേക്ക് തിരിച്ചു വരുന്ന ഒറ്റ ഒരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ കുഞ്ഞിന് നീ എനിക്ക് തിരിച്ചു തരണം. കാരണം ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് വിളിച്ചിട്ട് പോലും നീ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നില്ല. അത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഇത്രയൊക്കെ ദ്രോഹിച്ചതുപോലെ അല്ലെങ്കിൽ ഞാൻ ആ ഒരൊറ്റ കാര്യം കേസുമായിട്ട് ഞാൻ പോകും. കാരണം ഇത്രയും ഞാൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നിനക്കും. അപ്പോൾ ഫിറോസ് ഖാൻ പുതിയൊരു വീഡിയോയുമായിട്ട് എത്തിയിട്ടുണ്ട്. ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഫിറോസ് ഖാൻ പറയുന്നുണ്ട്, ദിയാസനക്കെതിരെ സജിന വളരെ മോശകരമായ രീതിയിൽ ഒരു അലിഗേഷൻ ഇന്നലെ മറുനാടൻ ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അതിൽ പറഞ്ഞിരുന്നു MDMA അവരുടെ വീട്ടിൽ പോയ സമയത്ത് ദിയാസന അവിടെ വെച്ച് ഉപയോഗിച്ചിരുന്നു. അവർ ഒരു കാരിയർ ആണ് എന്ന രീതിയിലും അവർക്കതിൻ്റെ കച്ചവടമുണ്ട് എന്ന രീതിയിൽ പോലെ സജിന ഇന്നലെ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു വെച്ച് നമ്മളെല്ലാവരും കണ്ടതാണ്. ഞാൻ പറഞ്ഞിരുന്നു ഇത് വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത് എന്ന്. കാരണം ദിയാസന എന്ന് പറയുന്ന ആൾ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം ഈ ലഹരിക്കെതിരെ എല്ലാം പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന, അതിനെതിരെ സമരത്തിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, അതിനെതിരെ ചർച്ചകളിൽ വരെ പങ്കെടുക്കുന്ന ഒരാളാണ്. അവരെ ഉൾപ്പെടുത്തിയാണ് സജിന ഇത്തരത്തിൽപ്പെട്ട ഒരു ആരോപണം ഉന്നയിച്ചത്. ഏതായാലും ദിയാസന അതിനെതിരായിട്ട് മറുപടിയുമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിറോസിൻ്റെ ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ദുബൈയിലെ നമ്മുടെ സജിനൻ്റെ ഫ്രണ്ട് ഈ സജിനയെക്കുറിച്ച് പറയുന്ന ഒരു 16 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് കൂടി അദ്ദേഹം പുറത്തു വിട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അത് ഇരുന്ന് കാണണം. കാരണം ഈ ഒരു സംഭവത്തിൽ അവർ പറയുന്നത് പോലെയാണോ സംഭവങ്ങളെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് ദിയാസനൻ്റെ 1-2 വാക്കുകൾ നമുക്ക് അവരുടെ മറുപടിയായിട്ട് നമുക്ക് ഏതായാലും കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കത് കാണാം. അതിനുശേഷം ഈ 16 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഈ ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ കേൾക്കണം. ദുബായിൽ ബാറിൽ പോയി ഇരുന്നാൽ പണം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് വരെ ദുബായ് കൊണ്ടുപോയിട്ട് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം ഇതിനെ മുന്നേ അവർ പറഞ്ഞിരുന്നു. ആ ലേഡി സുഹൃത്തിൻ്റെ സൗണ്ടാണ് ഇപ്പോൾ ഓഡിയോ ക്ലിപ്പായിട്ട് നമ്മുടെ ഫിറോസ് ഖാൻ പുറത്തുവിട്ടിരിക്കുന്നത്. നമുക്കത് കാണാം. അതിന് മുന്നേ ആദ്യമായിട്ട് ദിയാസനയുടെ മറുപടി ചെറിയ വാക്കുകൾ. ഏകദേശം 2 മണിക്കൂർ വരുന്ന ഒരു ഇന്റർവ്യൂ ആണ്. അതിനകത്ത് മുഴുനീളൻ അവരും ഫിറോസും റസൂൽ പൂക്കുറ്റി ആയിട്ടുള്ള വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്നെ പറ്റിയിട്ടൊരു അലിഗേഷൻ വന്നു. ഞാൻ MDMA കൊടുത്തു, MDMA ഉപയോഗിച്ചു, അതുപോലെ ഞാൻ MDMA കാരിയർ ആണ്, അവർക്ക് MDMA തിന്നാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നത്. അപ്പം മറുനാടൻ മലയാളി ചാനൽ എനിക്കെതിരെ നിൽക്കുന്ന ഒരു ചാനലാണ്. പണ്ട് മുതലേ അവർക്ക് ഇതിന്റെ അടുത്തൊരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, ഷാജൻ സ്കറിയക്കെതിരെ. സ്വാഭാവികമായിട്ടും അതിന്റെയൊക്കെ നല്ല രീതിയിലുള്ള പ്രശ്നം ആ ചാനലിന് എന്റെ അടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുഴുനീളൻ വീഡിയോയിലെ ഒരു പോയിന്റായ ഞാൻ MDMA ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഒരു തംബ്നെയിലൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ രാത്രി തന്നെ ഞാൻ പോയി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഞാനിപ്പം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്തു. അപ്പൊ ഡീഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്തു. അപ്പൊ അതിന്റെയൊക്കെ കുറച്ച് തിരക്കുകളിലാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും വിശദമായിട്ടുള്ള വിവരം തരും. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എസ്പെഷ്യലി എനിക്ക് റസൂൽ പൂക്കുറ്റി അതുപോലെ സജിന ഇവരെ രണ്ടുപേരെയും ബന്ധപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് സംസാരിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പൊ എന്തായാലും ഞങ്ങളെയൊക്കെ പിടിച്ചിട്ടിരിക്കുന്നു. ഇതൊക്കെ വെളിയിൽ വരാതിരിക്കാൻ മേ ബി ഞങ്ങളെയൊക്കെ വാ അടപ്പിക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കാം. എല്ലാത്തിനെയും കൂടെ കുറെ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുമെന്നുള്ള ഭയം കൊണ്ടിട്ടായിരിക്കാം മേ ബി ഞങ്ങളെയൊക്കെ നെഞ്ചത്തോട്ട് ഇങ്ങനെയുള്ള അലിഗേഷനൊക്കെ വെച്ച് തന്നേക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഡ്രഗിനെതിരെ സംസാരിക്കുന്ന ഒരാളാണ്. ഡ്രഗ് എഗെയിൻസ്റ്റ് ഡ്രഗ് എന്നുള്ള രീതിയിൽ മുദ്രാവാക്യം വരെ വിളിച്ചിട്ട് സമരം നടത്തിയിട്ടുള്ള ആളാണ്. ഇപ്പൊ പോലും ഈ പറഞ്ഞ ഈ റീസെന്റ് നടന്ന തൂഫാൻ ഇഷ്യൂകളിലൊക്കെയും പ്രതികരിച്ചിട്ടുള്ള സംസാരിച്ചിട്ടുള്ള ഈ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കുന്ന എന്നെ ഞാനൊരു ഡ്രഗ് ഡീലറാണ്, ഡ്രഗ് കാരിയർ ആണെന്നൊക്കെ പറഞ്ഞ് വലിയൊരു അലിഗേഷൻ എന്റെ മുമ്പിൽ വെക്കുമ്പോൾ അവർ കൃത്യമായിട്ടുള്ള പ്രൂഫ് അതിന് വെക്കണം. ഒരാൾ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിന് എടുത്തിട്ട് അലക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരുപാട് ആൾക്കാർ അങ്ങനെ അലക്കുന്നതിന്റെ ഭാഗമായിട്ട് എനിക്കത് ബുദ്ധിമുട്ടാവുന്നുണ്ട്. എന്ത് ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും തരാം, എല്ലാം പറയാം. ഇനിയിപ്പോ എനിക്ക് എസ്പെഷ്യലി സജിന നൂർ റസൂൽ പൂക്കുറ്റി വിഷയം സംസാരിച്ചേ പറ്റത്തുള്ളൂ. അപ്പം
ഇത്രയൊക്കെ ആയില്ലേ ഇനിയിപ്പോ എന്തായാലും നമ്മളെയൊക്കെ എനിക്ക് പറ്റുന്നില്ല, ബുദ്ധിമുട്ടും ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്, എല്ലാം കൊണ്ട് ഞാൻ നശിച്ചു നിൽക്കുകയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളും നശിച്ചോ എന്ന മട്ടിലെ എന്തെങ്കിലുമൊക്കെ അലിഗേഷൻ എന്നെയും അവളുടെ ചുറ്റുപറ്റും നിന്നിരുന്ന സുഹൃത്തുക്കളെയും വെച്ച് അവള് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വിഷയത്തിന്റെ ക്ലാരിറ്റി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്തായാലും ഞങ്ങളുടെ പേര് വന്നല്ലോ, ഉറപ്പായിട്ടും ഞാൻ സംസാരിക്കുന്നതായിരിക്കും. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ, വലിയ ഒരു ചാനൽ കിട്ടട്ടെ. അപ്പോൾ ദിയാസന ആദ്യം തന്നെ ഈ വീഡിയോ കണ്ടത് ശേഷം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഏതായാലും ഞാൻ പറഞ്ഞ മറുനാടൻ ചാനലിനെതിരെയും അതുപോലെ തന്നെ അഭിമുഖത്തിനെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട്, കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി അവർ മുന്നോട്ട് പോട്ടെ. കാരണം അതിനേതായാലും തെളിവുകൾ സജന ഹാജരാക്കേണ്ടതായിട്ട് വരും. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, ദിയാസന എന്ന് പറയുന്നത് ലഹരിക്കെതിരെ വളരെ ശക്തമായ നടപടികൾ മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയായിട്ടാണ് നമുക്കെല്ലാവർക്കും അറിയുന്നത്. അവർ അത്തരത്തിലുള്ള പരിപാടികളിലും ചർച്ചകളിലും എല്ലാം പങ്കെടുക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഏതായാലും അത് അതിൻ്റെ വൈക്ക് പോട്ടെ. ഏതായാലും പുതിയൊരു ഇൻ്റർവ്യൂമായിട്ട് ദിയാസന വരുന്നുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ട് റസൂൽ പൂക്കുട്ടി, സജന, ഫിറോസ് ഖാൻ എന്നിവരടങ്ങുന്ന ഈ ഒരു ബന്ധത്തിൽ എവിടെയാണ് പാളിച്ചകൾ സംഭവിച്ചത്, എവിടെയാണ് അവർക്കിതിൽ ഇടപെടേണ്ടി വന്നത്, എവിടെയാണ് സജനക്ക് പേച്ചത് എന്നെല്ലാം വളരെ വ്യക്തമായിട്ട് മലയാളത്തിലെ ഒരു പ്രമുഖ ചാനൽ ഇൻ്റർവ്യൂമായിട്ട് വരുന്നുണ്ട് എന്ന് ദിയാസന പറയുന്നുണ്ട്. നമുക്കത് കാത്തിരുന്ന് കാണാം. അതുവരെ നമുക്കതിൽ പ്രതികരിക്കാതിരിക്കാം. അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ ഫിറോസ് ഖാൻ പുറത്തുവിട്ട 16 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ദുബൈയിലെ ആ സഹോദരി അല്ലെങ്കിൽ സജനയുടെ ഫ്രണ്ട് പുറത്തുവിട്ട ആ ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് അറച്ചു പോകും. ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർ പറഞ്ഞ ഈ MDMA എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ദേഷ്യമാണ്, വലിയ പ്രശ്നമാണ്. അവർ അത്തരത്തിൽപ്പെട്ട കാഴ്ചകളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് ഇന്നലെ പറയുന്നതെങ്കിൽ ഇവരുടെ ഫ്രണ്ട് പറയുന്നു, ഇവരെ തല പിടിച്ച് തിരിച്ചിങ്ങനെ തൂക്കിയിട്ടാൽ മൂക്കിൽ നിന്ന് 1.5 കിലോ MDMA താഴെ വീഴും. അത്രയ്ക്കും അതിന് എഡിക്റ്റായ ഒരാളാണ് സജന എന്നൊക്കെയാണ് അവരുടെ ഫ്രണ്ട് തന്നെ പറയുന്നത്. ഈ ഓഡിയോ ക്ലിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കേണ്ടവർ തീർച്ചയായിട്ടും ഇതൊന്ന് കേൾക്കണം. ഈ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സിപ്പടിച്ച് പോവുകയും ചെയ്യാം. ഏതായാലും ഈ വിവരങ്ങൾ തീർച്ചയായിട്ടും പൊതുജനങ്ങളുടെ സംശയത്തിലേക്ക് അവരുടെ മുൻ ഭർത്താവായ ഫിറോസ് ഖാനാണ് പുറത്തുവിട്ടിരിക്കുന്നത്. നമുക്ക് ആ ഓഡിയോ ക്ലിപ്പ് മുഴുവനായിട്ടൊന്ന് കേൾക്കാം. പക്ഷേ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളില്ലാണ്ട് പറ്റില്ല. MDMA എന്നൊരു സാധനം ഇവള് പറഞ്ഞല്ലോ വീഡിയോയിൽ. എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ, സജനയുടെ മൂക്കിൽ നിന്ന് ഒരു 3-3.5 കിലോയോളം MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണം. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. അതിൻ്റെ ഇടയിൽ സജന പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, വേറെ കുറെ അലിഗേഷൻസ്. ഒരിക്കലും ഇവൾക്ക് അത് ചെയ്ത ആൾക്കാരുടെ പേര് ഇവള് പറയാണ്ട് അതല്ലാത്ത ആൾക്കാരുടെ പേര് സജനാണ് ഇവള് പറയുന്നുണ്ട്. എന്നെ കുറേ നല്ല ആൾക്കാർ കൂടി ഇടപെടുത്തി എന്നെ കൊണ്ട് എവിടാക്കി, എന്നെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടു എന്ന്. അവളെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ട ആൾ ഞാനാണ് സജന നൂർ. അത് ഞാൻ പരിചയപ്പെടുമ്പോൾ സജന ഫിറോസ് ആണ്. അതിനുശേഷമാണ് ഇവൾക്ക് കുറേ ബന്ധങ്ങൾ ഞാൻ കണ്ടത്. ഫിറോസ് അറിഞ്ഞതിന് ശേഷം പിന്നെ ഫിറോസിനെ അവൾക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ, അവളത് നൂറാക്കി. ഈ പറഞ്ഞ സജന നൂറിനെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടിട്ട് അതിന്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അത് അവൾ കയറി പോണേ, അവളെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് കയറി പോണ വരെ ഞാൻ ആ എയർപോർട്ടിൽ ഞാൻ നിൽക്കുകയാണ്. ഈ ആക്കി കൊടുത്തു എന്ന് പറഞ്ഞ എന്റെ റസൂൽ പൂക്കുട്ടിയാണ് എന്റെ അങ്ങനെ ഇങ്ങനെ ദൈവം എന്നൊക്കെ പറഞ്ഞില്ലേ. റസൂൽ പൂക്കുട്ടി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ലക്ഷ്മി ജയനും ഞാനുമാണ് ഈ റസൂൽ പൂക്കുട്ടീനെ ആദ്യം കാണുന്നത്. ഈ ഞങ്ങളുടെ ഗ്യാങ്ങില് കണ്ടു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുത്ത സമയത്തും ഈ പറഞ്ഞ പോലെ തന്നെ അവർക്കൊരു ഒറ്റ മൂവിയുടെ ഇതിനൊരു പാട്ടിന്റെ സീനൊക്കെ അപ്പം ഞങ്ങളുടെ ഫോൺ നമ്പറൊക്കെ ഉണ്ട്. ഈ റസൂൽ പൂക്കുട്ടി എനിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ലക്ഷ്മി ജയനും മെസ്സേജ് അയച്ചിട്ടുണ്ട്. സെക്സി ആയിട്ടുള്ള കുറച്ച് ഒരു നല്ല സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലാത്ത മെസ്സേജുകളാണ് അയാൾ അയച്ചത്. എന്താണ് യു ലുക്ക് സെക്സി ബോംബ് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു മെസ്സേജുകളൊക്കെയാണ് ഇയാൾ അയച്ചപ്പോൾ അപ്പം ഞാനും ലക്ഷ്മി ജയനും കൂടി ഇങ്ങനെ പറയണതേ റസൂൽ പൂക്കുട്ടി മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവളോട് ആടി എനിക്ക് അയക്കേണ്ടത്, അപ്പം നിനക്ക് എന്ത് മെസ്സേജ്? അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി ജയൻ നാട്ടിൽ വന്നതിന് ശേഷമാണ് റെക്കോർഡിങ്, ഒറ്റ മൂവിയുടെ പാട്ടിന്റെ റെക്കോർഡിങ്ങിനാണ് സജനനുമായിട്ട് പോയത്. സജനനുമായിട്ട് പോയപ്പോൾ അന്നാണ് അവിടെ ഇവളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് റസൂൽ പൂക്കുട്ടി അവിടെ ചെല്ലണതും ഇവർ തമ്മിൽ കാണണതും നമ്പർ കൈമാറുന്നതും എല്ലാം ആ സമയത്താണ്. അതിനുശേഷം ഇയാള് ഞങ്ങൾക്ക് അയച്ച പോലത്തെ മെസ്സേജ് സജനക്കും അയച്ച്. സജന ഈ പറഞ്ഞ പോലെ തന്നെ ഈ എന്താ പറയാ ഈ കാലം നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് സജന വീഴാൻ വേണ്ടിയിട്ട്. ഏതൊരാണ് വന്നാലും സജന വീഴും. സജന നല്ല പ്രേമരോഗമാണ്. അതൊക്കെ ഞങ്ങൾ ലിറ്ററലി ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിന്റെ പ്രൂഫ് അടക്കം എന്നോട് ചോദിച്ചാൽ ഞാൻ തരാം ഇതിന്റെ പ്രൂഫ് എല്ലാം. സുൽപ്പൂക്കുട്ടി ഇവൾക്ക് മെസ്സേജ് അയക്കുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി കളിയാക്കുന്നുണ്ട്, സജന നിനക്ക് അയച്ച പോലത്തെ മെസ്സേജ് എനിക്കും ലക്ഷ്മിക്കും ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ എത്ര പേർക്ക് അയച്ചിട്ടുണ്ടാവും?
അപ്പൊ അല്ല, എന്നോട് ഭയങ്കര സ്നേഹമാണ്, എന്നോട് ഭയങ്കര പ്രേമമാണ്, അവൾ അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഇന്ന് സജന ഫിറോസ് ആണ്. അപ്പൊ ഈ ഫിറോസ് വിളിക്കും, വീഡിയോ കോളിൽ വിളിക്കുമ്പോൾ, അപ്പം ഫിറോസ് വീഡിയോ കോളിൽ വിളിക്കുമ്പോഴത്തേന് റസൂൽ പൂക്കുട്ടി ഉറങ്ങണമായിരിക്കും. അപ്പോഴാണ് വീഡിയോ കോൾ പറയണോ ശല്യം വിളിക്കേണ്ടെന്നുള്ള രീതിയിലാണ് ഇവള് ഫിറോസിന്റെ ഫോൺ എടുക്കണം. പക്ഷെ ഫോൺ എടുത്തതിന്റെ ടോക്ക് മാറി. എന്താണ് എന്തിന്റെ വിശേഷം? അപ്പൊ ഞങ്ങൾ തന്നെ ഇവളോട് ചോദിച്ചിട്ടുണ്ട്, അല്ല മോളെ നിനക്ക് സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം എന്ന് ഞങ്ങളെല്ലാരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവള് ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഈ വ്യക്തിയുടെ അടുത്ത് വീഡിയോ കോൾ സംസാരിച്ച്, ശരി കുഴപ്പമൊന്നുമില്ല, ഇവിടെ എല്ലാം ഓക്കെയാണ്, ശരി എന്ന് പറഞ്ഞ ഫോൺ വെച്ചിട്ട് ഇവളെന്താക്കും, റസൂൽ പൂക്കുട്ടിയുടെ സംസാരിക്കും. ഈ റസൂൽ പൂക്കുട്ടി പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, സജന ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ഇരിക്കുമ്പോൾ നീ എന്നെ വിളിക്കരുത്, എനിക്കത് പ്രശ്നമാണ്, എന്നെ വിളിക്കരുത്, എൻ്റെ ഭാര്യ അറിഞ്ഞാൽ അത് പ്രശ്നമാവും. പക്ഷെ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളില്ലാണ്ട് പറ്റില്ല. MDMA എന്നൊരു സാധനം ഇവള് പറഞ്ഞല്ലോ വീഡിയോയിൽ, എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ, സജനയുടെ മൂക്കിന്ന് ഒരു 3-3.5 കിലോയോളം MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണം. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. ഇവന്റെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം എടുത്ത് ആ പേജിൽ നോക്കിയാൽ അറിയാം, സജനയുടെ ഒരു ഡാൻസ് ഉണ്ട് അതിൻ്റെ അകത്ത്. അടിച്ച് കയറ്റിയിട്ട് സ്റ്റേജിൽ കയറിയതാണ് സജന. സ്റ്റേജിൽ കയറിയിട്ട് സ്റ്റെപ്പ് വരെ മറന്നുപോയിട്ട് ഇവള് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്നില്ല. കവറപ്പ് ചെയ്ത് നെക്സ്റ്റ് പിള്ളേർ കയറി കൂടെ കളിക്കുന്ന പിള്ളേർ കവറപ്പ് ചെയ്ത് കളിച്ചിട്ടാണ് ആ പ്രോഗ്രാം ഇതാക്കിയത്. ഈ പറഞ്ഞ ലക്ഷ്മിയൊക്കെ കാല് പിടിച്ചിട്ടാണ് സജനനൊന്ന് അവർ സ്റ്റേജിൽ കയറ്റിയത്. അപ്പൊ അവള് ചെയ്ത കാര്യമാണിത്. ഈ സാധനം അടിച്ച് കയറ്റി തിരിഞ്ഞ് ഇതില്ലാണ്ട് അവൾക്ക് പറ്റില്ല. അപ്പൊ ആ സാധനം കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞപ്പം എനിക്ക് അതാണ് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയത്. കഞ്ചാവ്, ഈ പറഞ്ഞ സാധനം, സിഗരറ്റ് 2 മണി 3 മണിക്കൊക്കെ താഴെ ഗ്രോസറിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ അവൾ അതങ്ങ് എടുക്കും. ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയപ്പോഴത്തേനും അവരുടെ വീട്ടിൽ കയറിയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേനോട് ഞാൻ ഇത് ആരുടെ നെയിൽ പോളിഷാണ്, അത് ഞാൻ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട നെയിൽ പോളിഷ്. ഞാൻ നാണുണ്ടോ സജന നിനക്ക്? ഈ ആണുങ്ങളുടെ കേസ് അത് ഒരു ഭാഗത്ത് അങ്ങനെ കിടക്കുകയാണ്. അല്ലാണ്ടുള്ള ഇവളുടെ ക്യാരക്ടറാണ് ഞാൻ പറയണത്. വൃത്തികെട്ട ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇവള് പറയുന്നുണ്ട് രേണുസുദിനെ പോലെ എന്നൊക്കെ. സത്യം പറയട്ടെ, രേണുസുദിയൊക്കെ ഇല്ലേ പൂവിട്ട് പൂജിക്കണം. ഈ പെണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ഇവള് റസൂലിനെയും പറ്റിച്ചിട്ടും ഒരാൾക്കാരെ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇവൾക്ക് പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് ഇവള് പോകും. അന്ന് അവളെ കൂട്ടിയിട്ട് പോയ ആൾക്കാരുടെ പേരൊക്കെ എനിക്ക് പറയാൻ എനിക്കറിയാം. പക്ഷെ അവരെയൊന്നും ഞാൻ ഇതിലൊന്ന് വലിച്ചെടുക്കാൻ എനിക്ക് താല്പര്യപ്പെടുന്നു. അവരുടെ പേരെല്ലാം കറക്റ്റ് ആയിട്ട് ആര് പറഞ്ഞിട്ടുണ്ട്? ഫിറോസിന്റെ വീഡിയോയിൽ കറക്റ്റ് പേരുകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. സമ്മതിക്കണം, ഇതൊക്കെ പൊക്കി എടുത്തല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതെല്ലാം പച്ചയായ സത്യങ്ങളാണ് ആ പറഞ്ഞതെല്ലാം. അതിൽ ഒരു തെറ്റ് പോലും അതിൻ്റെ അകത്ത് ഒന്നും അങ്ങേര് ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല. എല്ലാം വിത്ത് പ്രൂഫ് അതൊക്കെ അങ്ങേർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്റെ കയ്യിലുള്ള പ്രൂഫൊക്കെ കൊടുത്തിട്ട് സത്യം ഈ ഇവര് ജില്ല വിട്ട് ഓടിപ്പോകേണ്ട സമയം കഴിഞ്ഞു. വേറെ ഒരു ചെറുക്കനെ കണ്ടിട്ട് അതിന് ഇഷ്ടം തോന്നിയത് വേറൊരു പെണ്ണിനോട്, ഇവൾക്ക് അവനോട് സ്നേഹം, എന്നിട്ട് അവരോട്ട് തല്ലുപിടിക്കുക, കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിക്കുക. ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ മാറിയെന്ന് ആദ്യമൊക്കെ ഞങ്ങൾക്കൊക്കെ ചിരി വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ സഹിക്കാൻ പറ്റാണ്ടായി. ഇതൊക്കെ ഒന്നും ഈ പറഞ്ഞ റസൂൽ പൂക്കുട്ടി ഇതൊന്നും അറിയുന്നില്ലേ? റസൂൽ പൂക്കുട്ടി വിളിക്കുമ്പോൾ എൻ്റെ പൊന്നിക്ക, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇക്ക അല്ലാണ്ട് എനിക്ക് ആരും ഇല്ല, എനിക്ക് ഇക്ക മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അവളുടെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് എടുത്തിട്ട് എറിയാൻ തോന്നും. ഫോൺ വെച്ചിട്ട് അവള് പിന്നെ ഇപ്പുറത്ത് അവൾക്ക് കള്ളുകൂടിയും പരിപാടിയാണ്. സജന പറയുന്ന ഒരു കാര്യത്തിൽ ഒരു കഴമ്പില്ല. അവൾക്ക് ഒരാളോട് ദേഷ്യം വന്നാൽ അവരെ തറപറ്റിച്ച് സംസാരിക്കും. തറപറ്റിച്ച് അവർ വൃത്തികെട്ടവളെന്നുള്ള രീതിയിൽ അവൾ സംസാരിക്കും. ഏത് ലെവലിൽ വേണമെങ്കിലും അവൾ സംസാരിക്കും. എൻ്റെ കെയർ ഓഫിൽ പരിചയപ്പെടുത്തി കൊടുത്ത ഒരു 3-4 ആൾക്കാരോട് അവള് ചുമ്മാ അവളുടേതായ അടിച്ചു പൊളിക്ക് വേണ്ടിയിട്ട്, നമുക്ക് കഞ്ചാവ് വലിക്കാനോ അവൾക്ക് MDMA എടുക്കാനും വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പൈസ വേണം. എടാ പൈസ താടാ, എന്നെ അവിടെ കൊണ്ടുപോടാ, എന്നെ ഇവിടെ കൊണ്ടുപോടാ. ഇതാണ് അവളുടെ ക്യാരക്ടർ. ഞാനൊക്കെ 10-12 വർഷം ദുബായിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ഒരാളുടെ പേരെടുത്തിടുക, അത് മറ്റുള്ളവർ ചെയ്ത കാര്യമാണ് പറഞ്ഞത്. ഏതോ നല്ല ആൾക്കാർ കയറ്റി വിട്ടു എന്ന്. ഈ നല്ല ആൾക്കാരെന്ന് പറഞ്ഞ ആൾക്കാരുടെ പേര് അവള് പറയട്ടെ. അപ്പൊ അറിയാം ഫിറോസിന്റെ വീഡിയോയിൽ പറഞ്ഞ ആൾക്കാരുടെ പേരാണോ സജനക്ക് പറയാനുള്ള പേരെന്ന് കറക്റ്റ് ആയിട്ട് അറിയാം. അല്ലാണ്ട് സജനക്ക് അവിടെ ആരുണ്ട്? ഞാൻ തരാം പ്രൂഫ്. സജനെ എയർപോർട്ടിൽ കയറ്റി വിട്ടാരാന്ന് പൊളിച്ചടുക്കി തരാം ഞാൻ സജനയുടെ എല്ലാ കാര്യങ്ങളും. ഞാൻ സെലിബ്രിറ്റി അല്ല. എന്നെ ഇപ്പൊ സജന വന്നിട്ട് അവള് വൃത്തിയിട്ടവളാണ്, അവൾ അവരുടെ കൂടെ ഇവരുടെ കൂടെ ഇങ്ങനെ പറയാൻ എനിക്കൊരു പ്രശ്നമില്ല. കാരണം എന്നെ അറിയാവുന്ന, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ആൾക്കാർക്ക് അറിയാം ഞാൻ എന്താണെന്നുള്ളതും സജന എന്താണെന്നുള്ളതും.
അപ്പം ഞാനിപ്പം ഞാൻ കയറ്റിവിട്ട എൻ്റെ സുഹൃത്തിനെ ഞാൻ വിളിക്കുകയാണ്, ഞാൻ സംസാരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം പിന്നെ അവിടെ അപ്പം അതിനു മുമ്പ് നാട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വിളിച്ചിട്ട് നമ്മുടെ ഇവരൊക്കെ വിളിച്ചിട്ട് എന്താണ് ആ ചെക്കൻ്റെ ഇപ്പം ഇന്നാളെ ഒരു അലിഗേഷനൊക്കെ വന്നല്ലോ, അവൻ്റെ പേര് ഞാൻ പറഞ്ഞു. ആ പുള്ളീനെ വിളിച്ചിട്ട് എടാ എനിക്കൊരു ഇത് സെറ്റ് ചെയ്ത് തരണോടാ ഫിറോസ്. അവളെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, ഫിറോസ് നീ നിന്റെ മറ്റേ എക്സ് ഗേൾഫ്രണ്ടിൻ്റെ അവളുടെ കൂടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പം എനിക്ക് വന്നിരുന്ന് പറയണം, എന്തെങ്കിലും പറയണം, നീ എനിക്കൊരു ഇത് സെറ്റാക്കി തരണമെന്ന് പറഞ്ഞ് കാല് പിടിച്ചിട്ടാണ് നാട്ടിൽ അവൾക്കൊരു ഇന്റർവ്യൂ സെറ്റ് ആയത്. വിളിച്ച് പറയുന്ന സമയത്തൊക്കെ ഞാനുണ്ട് അവിടെ. ഷിയാസ്, അത് തന്നെ ആ ചെക്കനാണ്. അവനെ വിളിച്ചിട്ട് അപ്പം അവനെ വിളിക്കും, സജിന കണ്ടില്ലേ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടല്ലോ, കണ്ടായിരുന്നു സജിന, അവളുടെ കൂടെയാണ് ഫിറോസ് വീഡിയോ ഇട്ടേക്കണം. അവർ ഇവരൊക്കെ മൂപ്പിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ ഇരുന്നുണ്ട്, എനിക്കേടാ നീ എനിക്കൊരു ഇന്റർവ്യൂ ശരിയാക്കിട്ടാടാ, ഞാൻ വന്നിരുന്ന് സംസാരിക്കട്ടേടാ, ഫിറോസിനെ ആരും എനിക്ക് പറയണോടാ. കാരണം ഇവള് പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി ഉൾട്ടയായി. ഈ ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി ആ സമയത്ത് സജിനൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ വിളിച്ചിട്ടുള്ളത്. എന്നോട് വെച്ചപ്പോൾ ഞാൻ ആകെ പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഞാൻ കാണാത്തത് പറയില്ല, അതുകൊണ്ട് ഫിറോസ്ക്ക് എനിക്ക് അവളുടെ കൂടുതൽ കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്, ശരി മോളെ എന്നും പറഞ്ഞിട്ടാണ് വെച്ചത് ഫോൺ. ഓക്കെ, നിനക്ക് അത് പറയാൻ താല്പര്യമില്ലെങ്കിൽ ഓക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് തന്നെ പറഞ്ഞത്. പക്ഷെ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ എന്നെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ തന്നെയാണ് പിന്നെയും സജനയുടെ മേത്ത് കൈയിട്ട് നടക്കുകയും ചെയ്യുന്നത്. ഈ പറഞ്ഞ ലക്ഷ്മി ജയനെ കുറിച്ച് സജന പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അന്നൊന്നും ഇത്രയും ഫോളോവേഴ്സ് സജനക്കില്ല. അന്ന് ഇവൾ ഫ്രോഡാണ്, കുടുംബം കലക്കി എന്നും പറഞ്ഞിട്ട് ലക്ഷ്മിയുടെ ഫോട്ടോ വെച്ച് അവളുടെ ആ ഫോട്ടോയുടെ നടുക്ക് ഇങ്ങനെ എഴുതിയിട്ട് അവൾ പോസ്റ്റ് ചെയ്തിട്ട് ഈ റസൂൽ പൂക്കുട്ടി ഏതോ ഒരു അവാർഡ് ഫംഗ്ഷനിൽ ഇരിക്കണം, ഇയാൾ എന്നെ വിളിക്കല്ലേ സജന എന്ന് പറഞ്ഞ് പോയ ആൾ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യും, ലക്ഷ്മി വിളിച്ചിട്ട് കരച്ചിലാണ്, വീഡിയോ നീ ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഇയാള് എന്താണ് എൻ്റെ അടുത്ത് പറഞ്ഞു ബോംബെ പോയപ്പം. അപ്പം ഞങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, ഞാനിവിടെ വേറൊരു കുട്ടിയുണ്ട്. അപ്പം അവൾ നല്ലൊരു മര്യാദക്കാരി കൊച്ചാണ്. അപ്പം ഇവരൊക്കെ ഒറ്റ ഗ്യാങ് ആണെങ്കിൽ പോലും ഇവളുടെ ക്യാരക്ടർ ആരും എന്താ പറയുക ഇങ്ങനെ അനുകരിക്കുന്ന ആൾക്കാരല്ല. ഇവളുടെ ഗ്യാങ്ങിലുള്ള ആൾക്കാരൊക്കെ പൊട്ടകളുമല്ല അത്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാനൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ബോംബെ പോകുന്നു. ഇവൾക്ക് ബോംബെ എന്ന് കേട്ട പിളക്കം, എനിക്കിപ്പോൾ പോകണം, ഞാനും വേണ്ടി എന്നെയും കൊണ്ട് എനിക്ക് റസൂൽഖനെ കാണണം ഇവള് ബഹളം വെച്ചിട്ട്. അപ്പം അപ്പളെ ആ കൊച്ചിനോട് പറഞ്ഞു, ചേച്ചി ഈ സജന ഉണ്ടെന്നാണെങ്കിൽ ഞാൻ വരൂലട്ടെ, എന്നെ ഒഴിവാക്ക്, സജന ഉണ്ടെങ്കിൽ ഞാൻ മോനെ അവളുടെ കാശ് എടുത്തിട്ട് വരണേന് നമുക്കെന്താ, അവൾ വന്നോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് റസൂൽ പറയണത്, നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയല്ലേ, സജനയുടെ പ്രശ്നങ്ങളൊക്കെ അറിയാലോ, സജനയുടെ പ്രശ്നങ്ങൾ കറക്റ്റായിട്ട് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ. എന്ത് പ്രശ്നം, അവൾക്ക് ആണുങ്ങളുടെ കേസ് മാത്രമുള്ള പ്രശ്നം. അപ്പോൾ നിങ്ങളൊന്ന് ഇവളൊന്ന് ഇതിലൊന്ന് ചേർക്കാമോ എന്ന് വെച്ചപ്പം മറ്റേ കൊച്ചിൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ഞാൻ പറഞ്ഞ് ഓക്കെ കുഴപ്പമില്ല ശരി എന്ന് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അത് ഇയാളുടെ സ്റ്റുഡിയോ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഇയാൾ ഇല്ലാത്ത സമയത്ത് ആ സ്റ്റുഡിയോയിൽ അയാളുടെ കസേര കയറി ഇരിക്കുക, കറങ്ങുക. ആ സ്റ്റുഡിയോയിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം സജന. എന്നിട്ട് ബിസിനസ്സിൽ എടുക്കാം എന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങൾ മൂന്നരും ഈ രാവിലെ എഴുന്നേറ്റിട്ട് സൂറത്തിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് മെറ്റീരിയൽ കളക്ട് ചെയ്യും. ഇത് തപ്പിയൊക്കെ വൈകുന്നേരം ഇവർ രണ്ടൊരു റൂമിലാണ്. ഇവർ ഭയങ്കര എൻജോയ്മെന്റാ. ബിസിനസ് ചെയ്യാൻ വേണ്ടി അവിടെ ദുബായിൽ വന്ന സജന എപ്പോൾ നോക്കിയാലും എൻ്റെ ഇക്ക വിളിച്ചില്ല, എൻ്റെ പൂക്കുട്ടിക്ക വിളിച്ചില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. ഇവൾക്ക് ഈ ബിസിനസിന്റെ കാര്യത്തിലൊന്നും അല്ല ശ്രദ്ധ. അതിൻ്റെ ഇടയിൽ ഇയാൾ എന്നെ വിളിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സജന തലവേദനയാണ്, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കോ, എനിക്ക് പുള്ളിക്കാരത്തിന് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഇവൾ വല്ലാത്തൊരു ക്യാരക്ടറാണ്, ടോക്സിക് ക്യാരക്ടറാണ് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ സജന ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നാട്ടിൽ കയറി വന്നു. ഷാലു എന്ന് പറഞ്ഞ പെങ്കൊച്ചുമായിട്ട് കൂട്ടുകൂടിയപ്പോഴത്തേനും ഒരു ദിവസം ഈ ഷാലുവിന്റെ വീട്ടിലാണ് പിന്നെ സജന നിൽക്കണമെന്ന് തോന്നുന്നത്. കാരണം ഇവളുടെ മാനേജർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരണം വെച്ചത്. ഇവളെ ഈ നാട്ടിൽ നിന്ന് ഒരു ക്രിസ്മസിന്റെ സമയത്ത് ഈ രണ്ട് മക്കളെയുമായിട്ട് അവള് ഷാലുവിന്റെ വീട്ടിൽ ചെന്നപ്പോൾ എന്നിട്ട് എന്നെ വിളിച്ച് കരഞ്ഞോണ്ടാ വിളിക്കണേ, എടാ എനിക്കൊരു പ്രശ്നമുണ്ടടാ. ഞാൻ ചിന്ത പറ്റി, എടാ ഷാലുവിന്റെ വീട്ടിലെ പട്ടിക്കുട്ടികളെ എൻ്റെ മക്കള് ഇതാക്കണം എന്ന് പറഞ്ഞിട്ട് കൊച്ചുങ്ങളെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് വേണമെങ്കിൽ നിന്നാൽ മതി, പിള്ളേരെ മാറ്റി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഷാലു ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു. നീ എൻ്റെ വീട്ടിലോട്ട് ചെല്ലുന്നു പറഞ്ഞു. ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. അങ്ങനെ അവൾ വീട്ടിൽ വന്നു, 2-3 ദിവസം നിന്നു പോന്നു. ഇതിൽ കൂടുതൽ എങ്ങനെ ഒരാളെ ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നിട്ട് നന്ദിയില്ലാത്ത വർത്താനം. എനിക്ക് ആ ഒരു ഇതിലൊക്കെ എനിക്ക് ഭയങ്കര, ഞാൻ പണ്ടേ ഞാൻ ഈ വീഡിയോ കിട്ടാനായിരുന്നു. കൂടെ നിന്ന് ചതിക്കാൻ ഇതുപോലത്തെ ഒരു കൂട്ടുകാരത്തി പറയില്ല. കൂടെ നിന്ന് ചതിക്കാൻ, നമ്മളോട് സംസാരിക്കുമ്പോൾ ഇപ്പുറത്തെ കോളിൽ ഇട്ടിട്ട് മറ്റുള്ളവരെ കേൾപ്പിച്ചു കൊടുത്തിട്ട് സോറി എടി അറിയാണ്ട് പറ്റിപ്പോയതടി, അത് എൻ്റെ കൈ തട്ടി കോള് പോയതാണ്, അങ്ങനെ വരെ പറയാനായിട്ട് ഒരു ഉൾപ്പില്ലാത്തവളാണ് സജന. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് എല്ലാം തമ്മി തല്ലിപ്പിക്കാൻ നോക്കുക. അയ്യോ എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ ലൈഫിനൊക്കെ ഈ സാധനങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇറങ്ങിപ്പോയപ്പോഴാണ് ഞാനൊന്ന് ഓക്കെ ആയത്. സത്യം പറയട്ടെ, ഈ നെഗറ്റിവിറ്റി ഇതെല്ലാം ചെയ്തു വെച്ച് പവിത്രയായ സജന
വേറെ ഏതെങ്കിലും പെൺകൊച്ചുങ്ങളെ പറയാം അവൾക്ക് അവിഹിതമാണ്, അവൾ ആ ആണിൻ്റെ കൂടെയാണ്, അവൾ ഈ ആണിൻ്റെ കൂടെയാണ്, അവൾ ആ മറ്റാണിൻ്റെ കൂടെ. എന്തിനങ്ങനെ പറയണേ? ഇവൾ ആരുടെ കൂടെയാണ് അവൾ ആദ്യം ചിന്തിക്കണ്ടേ? എന്നിട്ട് റസൂൽ പൂക്കുട്ടിയിൽ ഒതുങ്ങിയോ? അവള് അയാളിൽ ഒതുങ്ങാൻ പോണില്ല. MDMA വലിച്ചു കയറ്റണ സജനയില്ലേ, ഞാൻ എൻ്റെ പൊന്നെ, ഞാൻ ഇട്ടുകാരുണ്ട്. ഞാനതെല്ലാം ആവശ്യം വന്നാലും എല്ലാം എടുത്ത് ഞാനിടും. വലിച്ചു കയറ്റണതും കിറിങ്ങി നടക്കണതും പാട്ട് പാടണതും ബോധമില്ലാണ്ട് കറങ്ങണതും ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ അറിയില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ, അതായത് ഇപ്പം അവൾക്ക് ജയിക്കാൻ വേണ്ടി ഇവള് തന്നെ ഇവളുടെ വീഡിയോയിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് റസൂൽ പൂക്കുട്ടിനെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ഇടും. എന്നിട്ട് അവള് തന്നെ ഡിലീറ്റ് ചെയ്യും. അത് എതിർക്കുന്ന ഇപ്പുറത്തേക്കുന്ന ഇങ്ങനെ പൊട്ടനെ പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണോ? ആർക്കാണെങ്കിലും ഒരു ദിവസം പ്രതികരിക്കാൻ തോന്നൂലേ? അത് തന്നെയാണ് ഇപ്പോഴും തോന്നിയത്. എനിക്കിതൊക്കെ പറയാണ്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന നമ്മളവിടെ ആലോചിക്കും, ഒരാളുടെ വൃത്തികെട്ട ക്യാരക്ടർ അറിഞ്ഞു വെച്ചുകൊണ്ട് ഇവിടെ വന്നിരുന്ന ഒരു വീഡിയോ നമ്മൾ കാണുമ്പോൾ, അവളിരുന്ന് മെഴുകണ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അറിയാണ്ട് പറഞ്ഞു പോണതാ. എനിക്കിത് പറയാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. എത്ര ബന്ധങ്ങള് ആ അബുദാബിയിലൊക്കെ ആദ്യമായിട്ട് സജന വന്നതിന്റെ എന്താ പറയാ, അവരൊക്കെ എറിഞ്ഞിട്ടിട്ടാ പോയത്. രക്ഷപ്പെട്ട് ഓടുക സജനയുടെ അടുത്തുനിന്ന് ഈ ആണുങ്ങൾ. പിന്നെ ബ്ലോക്ക് ചെയ്ത് പോകും ഇവര്. പിന്നെ കൂടുതൽ ഉപദേശി റസൂൽ പൂക്കുട്ടി തന്നെ കേട്ടോ, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ലോക്കാക്കാം. അയാൾക്ക് കാശുണ്ടെന്നുള്ള അഹങ്കാരം, പിന്നെ പാർട്ടി അയാളുടെ കയ്യിലാണെന്നുള്ള അഹങ്കാരം, അയാൾക്ക് വലിയ വലിയ ആൾക്കാരോട്ടുള്ള ഇതുണ്ടാകും. ആ ഒരു ധൈര്യത്തിന്റെ പുറത്താണ് സജന നിൽക്കുന്നത്. അയാൾക്ക് ഞാൻ ഇത്രേ പറയുള്ളൂ, റസൂൽ പൂക്കുട്ടിക്ക് ഇത് തന്നെ വേണം. അയാളുടെ വൃത്തികെട്ട ക്യാരക്ടറിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടിയിട്ട് ചെന്ന് കയറിയ ഒരു അലമ്പ് ക്യാരക്ടറാണ് സജന. തെറ്റിപ്പോയി. സജന 100 സജന കോടി എന്ന് തന്നെ പറയണം. 100 അവൾ ഒതുങ്ങൂല, അവൾ കോടിയിലേ ഒതുങ്ങുള്ളൂ. ദുബായിൽ വന്നിട്ട് ഗ്ലൂട്ടാത്തയോണ്ട് എടുക്കാൻ പറ്റാണ്ട് എൻ്റെ ദൈവമേ ഒരു സമാധാനവും തന്നിട്ടില്ല. അന്നും ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഏതോ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് എടാ എനിക്ക് ഗ്ലൂട്ടാത്തയോണ്ട് എടുക്കണോടെ കുറച്ച് പൈസ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്, അതായത് ഇവൾ അടിച്ചു പൊളിക്ക് വേണ്ടിയിട്ടാണ് ഇവള് കടം വാങ്ങിക്കുന്നത്. അയ്യോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര വേസ്റ്റ് ഒരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി പലരും എന്തും ചെയ്തോട്ടെ, ഇത് ചതിക്കാൻ വേണ്ടി മാത്രം മറ്റുള്ളവരുടെ കൂട്ടുകൂടുന്ന ഒരു വ്യക്തി. അപ്പോൾ ഈ ഓഡിയോ ക്ലിപ്പ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കേട്ട് കാണും. ഈ ഒരു സംഭവത്തിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഉള്ളതാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാം ഇതൊക്കെ ജീവിതത്തിൽ നല്ല സമയത്താണ് നമ്മളെല്ലാം ഇത് കേൾക്കുന്നത്. കാരണം സിനിമയിൽ പോലും നമ്മൾ ഇത്തരത്തിൽപ്പെട്ട ഒരു വൃത്തികേട് അല്ലെങ്കിൽ ഒരു അലിഗേഷൻസ് അല്ലെങ്കിൽ ഒരു അവിഹിതം നമ്മളാരും കേട്ടിട്ടില്ല. സജിന പറയുന്നത് വെച്ചാണ് നമ്മളെല്ലാവരും ഇതുവരെ അവരെ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ അവരുടെ മുഖം മറ്റൊന്നാണ് എന്ന് അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ മുൻ ഭർത്താവ്, അതുപോലെ തന്നെ ഈ ഓഡിയോ ക്ലിപ്പുകളെല്ലാം കേൾക്കുന്ന സമയത്ത് ഇതെല്ലാം സത്യമാണ് എന്ന്, ഞാനും റസൂൽ പൂക്കുട്ടിയും നല്ല ബന്ധമാണ് എന്ന് അത് ഇപ്പോഴും തുടരുന്നുണ്ട്. അവരുടെ ഒരു തീർച്ചയായിട്ടും സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് എന്ന് തന്നെയാണ് ഇന്നലെ നടന്ന ഈ അഭിമുഖത്തിലും ഈ സജിന വന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ ഫിറോസ് ഖാൻ പറയുന്ന ചില കാര്യങ്ങളിൽ സത്യമുണ്ടോ എന്ന് തീർച്ചയായിട്ടും പൊതുജനങ്ങൾ ഇപ്പോൾ സംശയിക്കുകയാണ്. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട, എൻ്റെ കുഞ്ഞിനെ മാത്രം വിട്ടു തന്നാൽ മതി, അവനുമായിട്ടുള്ള എൻ്റെ അറ്റാച്ച്മെൻറ്റ് തീർച്ചയായിട്ടും സജിനയ്ക്ക് അറിയാവുന്നതാണ്. അതിനുവേണ്ടി നിയമത്തിൻ്റെ കണ്ണിൽ എവിടം വരെ പോരാടാൻ വേണ്ടി പറ്റുമോ അവിടം വരെ ഞാൻ പോരാടും. തീർച്ചയായിട്ടും അവനെ എനിക്ക് വിട്ടുതരണം. എന്നിട്ട് റസൂൽ പൂക്കുട്ടിയുടെ ഒപ്പം ആരുടെ ഒപ്പം വേണമെങ്കിലും പോയി ജീവിച്ചോളൂ, അത് എന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. എന്നെ വളരെ വൃത്തികെട്ട രീതിയിൽ മറ്റു കുട്ടികളുമായി ബന്ധപ്പെടുത്തി അലിഗേഷൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓഡിയോ ക്ലിപ്പും അതുപോലെ തന്നെ വീഡിയോ ക്ലിപ്പുമായിട്ട് ഈ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങിയത്. ഞാനിതിവിടെ വെച്ച് നിർത്തുകയാണ്. ഞാൻ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയേണ്ടതായിട്ട് വരുമെന്ന് അദ്ദേഹം പറയുന്നു. ഏതായാലും ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു കാണും. ഒരുപാട് ലെങ്ത് കൂടി പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ പറയാത്തത്. പിന്നെ നിങ്ങൾ പറയും എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് അറിയണം. കാരണം ഫിറോസ് ഖാൻ ആയാലും നമ്മുടെ മലയാള ചലച്ചിത്ര മേഖലയിൽ ഒരുപാട് സംഭാവനകൾ നൽകിയൊരു വ്യക്തിയാണ്. അതുപോലെ ഒരുപാട് പ്രോഗ്രാമുകൾ, കോമഡി പ്രോഗ്രാമുകളായാലും ഡേഞ്ചറസ് ബോയ്സ് അടക്കമുള്ള നമ്മളെല്ലാവരും കണ്ട് അദ്ദേഹത്തെ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം തീർച്ചയായിട്ടും പൊതുജനങ്ങൾ അറിയണം. അതുപോലെ തന്നെയാണ് സജിന എന്ന് പറയുന്നത്. ബിഗ് ബോസ് സീസൺ 3 മത്സരാർത്ഥികളാണ്. നമ്മളൊരുപാട് ആൾക്കാർ വോട്ട് ചെയ്തിട്ടാണ് അവരെ വിജയിപ്പിച്ചത്. അതുകൊണ്ട് അവർ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു വ്യക്തികളാണ്. അവരുടെ മുഖം തീർച്ചയായിട്ടും വൾഗറാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് വൾഗറായിട്ട് തന്നെ ജനങ്ങൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ റിയാക്ട് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ അഭിപ്രായമാണ്. അത് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടി നിങ്ങളോട് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് യോജിക്കാം, വിയോജിക്കാം. നിങ്ങൾക്ക് എന്തായാലും അത് കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യാം. മറ്റു വീഡിയോയുമായി വരുന്നവരെ നന്ദി.